പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചിട്ടുള്ള പുതിയ പദ്ധതിയാണ് പ്രത്യാശ. പ്രത്യാശ എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ ഭാഗ്യമില്ലാതെ വീടുകളിൽ കഴിയുന്ന സഹോദരിമാർക്ക് മംഗല്യഭാഗ്യമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷനിലൂടെ പ്രത്യാശ എന്ന പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഇത് 50-50 പ്രത്യാശ പാക്കേജ് എന്ന പേരിൽ നടപ്പിലാക്കുമ്പോൾ 25,000 രൂപ സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകും. 25,000 രൂപ ആർക്കും അവരുടെ ഒരു സംഭാവനയായി നൽകാം. അത് രണ്ടും കൂട്ടി 50,000 രൂപ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവരുടെ വിവാഹ ചെലവിന് വേണ്ടി നൽകുക എന്നാണ് പദ്ധതി. ഇതിനകം 10 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. അതിൽ 50% സാമൂഹ്യ സുരക്ഷാ മിഷൻ എടുത്തപ്പോൾ 50% മലബാർ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് നമുക്ക് നൽകുകയുണ്ടായി. മേലിനും മുമ്പോട്ട് പദ്ധതി കൊണ്ടുപോകണം. ധാരാളം പെൺകുട്ടികളുടെ അപേക്ഷകൾ വന്ന് കിടക്കുകയാണ്. 22 വയസ്സ് എങ്കിലുമായിരിക്കണം, വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. വിവാഹം ഉറപ്പിച്ച കല്യാണക്കത്തിൻ്റെ കോപ്പിയും അതോടൊപ്പം തന്നെ 22 വയസ്സായി എന്ന ആരുടെയെങ്കിലും സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സഹായം ആ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്കറിയാം, വിവാഹങ്ങളിൽ നമ്മൾ പല കല്യാണങ്ങൾക്കും പോയി കഴിഞ്ഞാൽ ധൂർത്ത് കാണാൻ സാധിക്കും, ആഡംബരം കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് മംഗല്യഭാഗ്യമുണ്ടാക്കാം. അതുകൊണ്ട് ചുരുങ്ങിയത് അത്തരം കല്യാണങ്ങൾ നടത്തുമ്പോൾ ഒരു 25,000 രൂപ നിങ്ങൾ മാറ്റിവെക്കുക. അത് സാമൂഹ്യ സുരക്ഷാ മിഷനിലെ അക്കൗണ്ട് നമ്പറിലേക്ക് നൽകുക. അത് 25,000 രൂപയാണെങ്കിൽ അതിനെ ഇരട്ടിപ്പിച്ച് ഞങ്ങൾ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് സഹായിക്കും. അത് 5 കോടിയാണ് നൽകുന്നതെങ്കിൽ അത് 10 കോടിയാക്കിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വന്ന് കിടക്കുന്ന അപേക്ഷകളിൽ 4,000 പേരുണ്ട്. 2,000 പെൺകുട്ടികളുടെ വിവാഹം 10 കോടി രൂപ ചെലവഴിച്ച് ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതിനുവേണ്ടി സഹായം കൊടുത്തു കഴിഞ്ഞു. ഇത് ഒരു വലിയ സന്ദേശമായി എല്ലാ മുക്കുമൂലകളിലും എത്തിക്കാൻ ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തകരും, നമ്മുടെ എല്ലാ സന്നദ്ധ സംഘടനകളും, എല്ലാ മത നേതാക്കന്മാരും ഈ ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ തയ്യാറാകണം. ഞാൻ വ്യക്തിപരമായി മത നേതൃത്വങ്ങൾക്ക് കത്തെഴുതുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾക്ക് കത്തെഴുതുന്നുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകൾക്ക് കത്തെഴുതാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ട് നിങ്ങളും പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ മുഴുവൻ സ്നേഹവും ലഭ്യമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളും ഉൾപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൈകോർത്ത് പിടിച്ച് സാമൂഹ്യ സുരക്ഷാ മിഷനും ഈ സമൂഹത്തിലെ എല്ലാ സന്മനസ്സുകളും ഒരുമിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണാൻ സാധിക്കും. ആ പുഞ്ചിരി നമുക്ക് നൽകുന്ന ആനന്ദത്തെക്കാൾ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് താഴ്മയോടുകൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.